ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ തന്നെ കിടിലനൊരു വെള്ളച്ചാട്ടത്തിലേക്കാണ്. അച്ചൻകല്ല് വെള്ളച്ചാട്ടം എന്നാണ് പേര്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അബിയുണ്ട്, രണ്ടാൾ ഫ്രണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് നേരെ പോകാം. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചിറ്റാരിക്കൽ ടൗണിലേക്ക് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ചിറ്റാരിക്കാരിൽ നിന്നൊരു 10 കിലോമീറ്റർ ദൂരമുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക്. അപ്പോൾ മഴക്കാലം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോകാൻ പറ്റിയൊരു അടിപൊളി വെള്ളച്ചാട്ടം തന്നെയാണ് അച്ചൻകല്ല് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. കാസർഗോഡ് ജില്ലയിൽ തന്നെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് അച്ചൻകല്ല് വെള്ളച്ചാട്ടം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇതുവരെ പോവാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാം, നിങ്ങൾക്ക് നഷ്ടം വരില്ല എന്തായാലും. അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. ഇവിടെ മഴ ഇതുവരെ നിന്നിട്ടില്ല. ഇപ്പാന്ന് കുറച്ചൊന്ന് തെളിഞ്ഞിട്ടുള്ളത്. അപ്പം വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയോണ്ട് അമ്മ ഈ ഹോട്ടലിൽ നിർത്തിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം മാലോത്തിലൊരു ഹോട്ടലിൽ നിർത്തിയിട്ട് അമ്മ ഫുഡ് കഴിക്കുകയാണ്. അപ്പം ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡെല്ലാം എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ വിടുകയാണ്. അപ്പം നമ്മൾ ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ കൊന്നക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ബളാൽ പഞ്ചായത്തിൻ്റെ പരിധിയിലാണ് ഈ കൊന്നക്കാട് എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കൊന്നക്കാട് ടൗണ് കഴിഞ്ഞ ശേഷം ഫസ്റ്റ് ലെഫ്റ്റിലേക്കുള്ള റോഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അതായത് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു റോഡ് കാണും, അതാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി. അവിടെ ബോർഡൊന്നും കാണാൻ ചാൻസ് ഇല്ല. അത് കഴിഞ്ഞൊരു 2 കിലോമീറ്റർ അതിലേക്കൂടെ വന്നു കഴിയുമ്പോൾ ഒരു റൈറ്റ് ടേണിങ് കിട്ടും. ഇതിലേക്കൂടെ മുകളിലോട്ടൊരു റോഡാണ്. അപ്പോൾ ഇതിലേക്കൂടെയാണ് നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത്. അപ്പം കാറും കൊണ്ട് വരുന്നവരെല്ലാം ശ്രദ്ധിക്കുക, ആ റോഡിന് അത് ഇത്ര മാത്രമേ വീതിയുള്ളൂ. അപ്പം ബൈക്കിൽ വരുന്നവരാണെങ്കിലും ശ്രദ്ധിച്ചു പോകാം. നല്ല കയറ്റമാണ്, മുകളിൽ കുത്തനെയുള്ള കയറ്റമാണ്. ബൈക്ക് റൈഡേഴ്സിനെല്ലാം അടിപൊളിയായിട്ട് വന്നിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ അച്ചൻകല്ല് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വെള്ളച്ചാട്ടം. ഒരു രക്ഷയില്ലാത്ത വൈബാണ് ഇവിടെ കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ട്, നിങ്ങൾ കാണുന്ന പോലെ ഒന്നുമല്ല, വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, നല്ല ഹൈറ്റിൽ നിന്നാണ് വെള്ളം പോകുന്നത്. ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. ഇന്ന് പറയുന്നൊന്നും കേൾക്കില്ല. സാധാരണ രീതിയിൽ ഇവിടെ നല്ല തിരക്കുള്ള ദിവസമാണ് ഉണ്ടാവല്. നമ്മളിപ്പം വന്നതിൻ്റെ ഇട ദിവസമാണ്, ബുധനാഴ്ച നമ്മൾ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ അത്ര തിരക്ക് കാണാത്തത്. ശനി ഞായറിൽ ഇവിടെ നല്ല ആൾക്കാരാണ് വരുന്നത്. നമ്മയുടെ എത്തിയിട്ടുണ്ട്. എത്ര ഉറക്കം പറഞ്ഞാലും കേൾക്കാൻ ചാൻസ് ഇല്ല. വെള്ളത്തിൻ്റെ സൗണ്ട് ഭയങ്കര ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം വീഡിയോ ഇങ്ങനെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കുടയെടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് മഴയത്തിൽ ഷൂട്ടൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അതിൻ്റെ അടുത്തേക്ക് പോകാനും കഴിയില്ല, അടുത്ത് നല്ലോണം വെള്ളം എറിച്ചിലടിക്കുന്നുണ്ട്, ഒരു രക്ഷയില്ലാത്ത വെള്ളം തെറിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പം ക്യാമറ മൊത്തം വെള്ളമാകുന്നതുകൊണ്ട് നമ്മൾ അധികം അടുത്ത് പോയിട്ട് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഹൈറ്റ് എത്രയുണ്ടെന്ന്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഒട്ടും നഷ്ടമാവില്ല.
അതെന്തായാലും എൻ്റെ ഉറപ്പാണ്. കാരണം അടിപൊളി വെള്ളച്ചാട്ടമാണ് അച്ചൻകല്ല് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് കാണുക. അവധി ദിവസങ്ങളിലെല്ലാം ഫാമിലിയായിട്ട് വരിക. അപ്പം ഫുള്ള് നല്ല വൈബാണ്. അതേപോലെ നമുക്ക് ഇവിടെ കയറി നിൽക്കാൻ, മഴ പെയ്ത് കഴിഞ്ഞാൽ കയറി നിൽക്കാൻ 2-3 ഷെഡെല്ലാം ആക്കിയിട്ടുണ്ട്. അതിൻ്റെ താഴെയെല്ലാം കുറേ കടകളെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ വന്നിട്ട് ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ അവിടെ ചിലവഴിച്ചു. അപ്പോൾ എന്നിട്ട് നമ്മൾ പതുക്കെ തിരിച്ചു പോവുകയെന്ന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലോങ് നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇപ്പം 2-3 കടകളെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. പണ്ട് ഞാനിവിടെ വരുമ്പം ഇത്ര കടകളൊന്നും ഉണ്ടായിട്ടില്ല, ഒറ്റ കട മാത്രമേ ഉണ്ടായിട്ടു. അപ്പം 3 കട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ചായയും സ്നാക്സെല്ലാം അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ വന്ന സ്ഥിതിക്ക് ചായ കുടിക്കാതെ പോകുന്നത് മോശമല്ലേ. അപ്പോൾ നമ്മളൊരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായ മാറ്റിയിട്ട് ബൂസ്റ്റ് ഓർഡർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചേട്ടൻ നമുക്ക് ബൂസ്റ്റ് എടുക്കുന്നു. അതേപോലെ മുകളിൽ ആടെ ഒരു കടയുണ്ട്. അപ്പം 2 കടയിൽ നിന്ന് നമ്മൾ വിളിച്ചുകൊണ്ട് നമ്മൾ 2 ആൾ അങ്ങോട്ടും പോയിട്ടുണ്ട്. തോർത്തലുണ്ടല്ലേ? അപ്പോൾ ഇവിടെ ബൂസ്റ്റിന് 20 റുപ്യയും ചായക്ക് ഇവർ വാങ്ങുന്നത് 15 റുപ്യാണ്. ഒരു കടിക്ക് 15 റുപ്യാണ്. അപ്പം റേറ്റ് ലേശം കൂടുതലാണ്. അപ്പം നമ്മുടെ അടുത്തെല്ലാം ചായക്ക് 10 റുപ്യയല്ലേ ഉള്ളൂ. ഇവിടെ 5 റുപ്യ കൂടുതലാണ്. അപ്പോൾ കേസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. ഇവിടുന്ന് ഇവിടെ ഭയങ്കര മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ പോലായി. അപ്പോൾ ഇത്രയാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇതേപോലെ വരുന്നതായിരിക്കും.